ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു ബൗളിലോട്ട് കുറച്ച് കടലമാവും ചേർത്ത് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് മിക്സാക്കി ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു 1/4 കപ്പോളം കടലമാവ് എടുത്ത് ഒരു ബൗളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട എടുത്ത് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഈ മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടണം, ഒന്ന് പൊട്ടി വരണം. അതുവരെയും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഒരുപാട് നേരം മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഈ ഒരു ഐറ്റേ വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പോളം ഫുൾ അരക്കപ്പ് എടുത്തിട്ടില്ല, അതിലും കുറച്ച് താഴെയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ കടലമാവിലൊക്കെ അത്യാവശ്യം നല്ല കട്ടകൾ ഉണ്ടാവും, അതൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് മതിയാവും ഇത് ഫുള്ളൊന്ന് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടമൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നല്ല പോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറിയ ചെറിയ കട്ടകളൊക്കെ അതിലുണ്ട്, അത് കുഴപ്പമില്ല. ഇത് പക്ഷേ കുറച്ചും കൂടെ അങ്ങ് ലൂസായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നിയിട്ട് ഞാനൊരല്പം മാവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പിലും താഴെയായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രം കടലമാവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലൂസ് ആവുകയാണെങ്കിൽ കുറച്ച് മാവും കൂടെ ഇട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പാല് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയതാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കാണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് 2 കറക്ക് ഇറക്കിയാൽ മതി, നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് മിക്സ് ആക്കിയതാണ്, അതാണ് കുറച്ചും കൂടെ എളുപ്പം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ദാണ്ടെ ഏകദേശം കട്ടകളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം വരെയും നല്ല പോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം മാത്രം, കുറച്ച് മാത്രം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ്, 1/4 ഭാഗവും ഇല്ല, വളരെ കുറച്ച് മാത്രം ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് തക്കാളി കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. അതിന് പകരം കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്താലും മതിയാവുകയെ. അപ്പോൾ ദാണ്ടെ ഞാനത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ദാണ്ടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ദാണ്ടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇങ്ങനെ കിട്ടണം നമുക്ക്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ദോശപ്പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും വേണമെന്നില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തേ ഉള്ളൂ. ബട്ടർ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരാൾക്ക് കഴിക്കേണ്ട അളവാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇത് ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. എനിക്ക് പറ്റിയൊരു അബദ്ധം കൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൽ. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്.
ഒരു 3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ വെച്ച്, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഞാനിത് വെച്ചിട്ട് പുറത്തോട്ടൊന്ന് പോയായിരുന്നു. അപ്പോഴത്തേനും അടി ചെറുതായിട്ടൊന്ന് കളറ് മാറിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത് തന്നെ നിന്നൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ അടിക്ക് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതുപോലെ അങ്ങോട്ട് എടുക്കാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളെങ്കിൽ ഒരു ഓംലെറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയില്ല, വയറ് നിറയുകയും ചെയ്യും ഒരെണ്ണം കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.